ഡീപ്പസ്റ്റ് സീക്രട്സ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഗുരുസമക്ഷം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ ശ്രേയം എപ്പിസോഡ് 25. തോലിംഗ് മഠവും പർവ്വത മനുഷ്യനും. ഒരു ദിവസം സായാഹ്നത്തിൽ ബാബാജിയുടെ പൊടുന്നനെയുള്ള ഈ പ്രഖ്യാപനം കേട്ട ഞാൻ സന്തോഷം കൊണ്ട് മതിമറന്നു. മധു, നാം മറ്റന്നാൾ പടിഞ്ഞാറൻ ടിബറ്റിലെ തോലിംഗ് മഠത്തിലേക്ക് യാത്ര തിരിക്കും. ബാബാജിയോടൊപ്പമുള്ള ആദ്യത്തെ യാത്രയായിരുന്നു അത്. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ റാവുൽജിയെ സന്ദർശിക്കാൻ പോയി. ബാബാജിയോടൊപ്പം എന്നെ കാണുന്ന അവസരത്തിൽ റാവുൽജിയുടെ പ്രതികരണം എന്തായിരിക്കും എന്നോർത്ത് എനിക്ക് ചെറിയ അമ്പരപ്പുണ്ടായിരുന്നു. പക്ഷേ അത്ഭുതകരമായ ഒരു അനുഭവമാണ് ഉണ്ടായത്. ബാബാജിയെ കണ്ടയുടനെ റാവുൽജി വളരെ ആദരവോടെ എണീറ്റ് കൈകൂപ്പിക്കൊണ്ട് സ്വാഗതം ചെയ്തു. നമസ്തേ, സ്വാമിജി വരണം എന്ന് മലയാളത്തിൽ പറഞ്ഞു. എനിക്ക് എൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ബാബാജിയെ കാണുമ്പോൾ ഒരിക്കലും ഒരു മലയാളിയാണെന്ന് തോന്നുകയില്ല, ഒരു കാശ്മീരി ആണെന്നേ തോന്നുകയുള്ളൂ. അദ്ദേഹം ഒരിക്കലും എന്നോട് മലയാളത്തിൽ സംസാരിച്ചിരുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം കേരളീയൻ തന്നെയാണോ എന്നും ശങ്കിച്ചു. എന്തായാലും ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കണ്ടതും കേരളത്തിൽ വെച്ചായിരുന്നുവല്ലോ. റാവുൽജി ബാബാജിയോട് പറഞ്ഞു, ഞാൻ ഈ യുവാവിന് മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വ്യാജ ഗുരുക്കന്മാർ സുലഭമാണല്ലോ. അവരുടെ കെണിയിൽ പെട്ടുപോകാതെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി പ്രയോജനകരമായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ ഉപദേശിച്ചു. ഇയാൾ അങ്ങയെ കണ്ടെത്തിയത് ദൈവാനുഗ്രഹം തന്നെ. അതോ അങ്ങാണോ ഈ യുവാവിനെ കണ്ടെത്തിയത്? ബാബാജി അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് തമ്മിൽ ഒരു പൂർവ്വബന്ധമുണ്ട്. ഈ യുവാവുമായി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നറിയുന്നതിൽ സന്തോഷിക്കുന്നു. നാളെ ഞങ്ങൾ രണ്ടുപേരും തോലിംഗ് മഠത്തിലേക്ക് പോകുകയാണ്. എനിക്ക് നിങ്ങളിൽ നിന്നും ഒരു ചെറിയ സഹായം വേണ്ടിയിരിക്കുന്നു. എന്തു വേണമെങ്കിലും ചെയ്യാം എന്ന് റാവുൽജി ഉറപ്പു കൊടുത്തു. ഞങ്ങൾ അന്ന് രാത്രി വ്യാസഗുഹയിൽ കഴിച്ചുകൂട്ടി. നേരം വെളുത്തപ്പോൾ മാന മലയിടുക്കിലേക്ക് തിരിച്ചു. ഞങ്ങളുടെ കൂടെ ചുമട്ടുകാരൻ കൂടിയായ ഒരു നേപ്പാളി പാചകക്കാരൻ ഉണ്ടായിരുന്നു. ഫത്തേഹ് ബഹാദൂർ എന്ന ആരോഗ്യ ദൃഢഗാത്രനായ അയാൾക്ക് എന്നേക്കാൾ അല്പം കൂടി പ്രായം ഉണ്ടായിരുന്നു. മാന ഗ്രാമത്തിലെ ടിബറ്റൻ ഗ്രാമത്തലവൻ ഒരു ചെറിയ കുതിരയെയും ഞങ്ങൾക്ക് വേണ്ടി ഏർപ്പാട് ചെയ്തു. ഒരു മാർവാടി വ്യാപാരി ദാനം ചെയ്ത കൂടാരവും ഞങ്ങൾക്ക് 3 പേർക്കും മതിയാകുമായിരുന്നു. കൂടാതെ അദ്ദേഹം സഞ്ചികളിൽ നിറയെ കമ്പിളി വസ്ത്രങ്ങളും ഗ്യാസ് സ്റ്റൗവും കുറേ പാത്രങ്ങളും മറ്റും അത്യാവശ്യ സാധനങ്ങളും തന്നിരുന്നു. റാവുൽജി തന്ന കുറച്ചു പണവും എൻ്റെ പക്കൽ ഉണ്ടായിരുന്നു. കട്ടി കമ്പിളി കൊണ്ടുള്ള കാശ്മീരി വേഷമാണ് ഞാൻ ധരിച്ചത്. ചെമ്മരിയാട്ടിൻ തോലുകൊണ്ടുള്ള തൊപ്പിയും സോക്സും ഷൂവും ധരിച്ചു. ബാബാജി പതിവ് പോലെ ശരീരത്തിൽ ഒരു കോട്ടൺ ഷീറ്റ് ചുറ്റിയിരുന്നു. തവിട്ട് നിറത്തിലുള്ള ക്യാൻവാസ് ഷൂസ് ധരിച്ചിരുന്നു. ഫത്തേഹ് ബഹദൂർ കട്ടിയുള്ള രോമം നിറഞ്ഞ തുകൽ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. കാലിൽ കട്ടിയുള്ള ലെതർ ബൂട്ടും ധരിച്ചിരുന്നു. ഇന്ത്യക്കാരായ വ്യാപാരികളെയും ടിബറ്റൻ വ്യാപാരികളെയും അതിനു മുമ്പ് അനുഗമിച്ചിരുന്നത് കൊണ്ട് തനിക്ക് വഴിയൊക്കെ സുപരിചിതമാണെന്ന് ഫത്തേഹ് ബഹാദൂർ അറിയിച്ചു. വിഷമിക്കേണ്ട, ഞാനും പലതവണ ആ വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് ബാബാജിയും പറഞ്ഞു. യാത്ര പുറപ്പെട്ട സമയത്ത് ഞാൻ ബാബാജിയോട് കൈലാസത്തിൽ എത്താൻ എത്ര സമയം എടുക്കുമെന്ന് ആരാഞ്ഞു. അതൊരു പ്രാചീനമായ വഴിയാണെന്നും ആ വഴിയിലൂടെയായിരുന്നു ശ്രീരാമനും പാണ്ഡവരും ശുകദേവൻ ഉൾപ്പെടെയുള്ള മഹർഷിമാരും കൈലാസത്തിലേക്ക് പോയത് എന്ന് ബാബാജി പറഞ്ഞു. അദ്ദേഹം അറിയിച്ചു,
നമ്മൾ ആദ്യം തോലിംഗ് മഠത്തിൽ പോകും. അവിടെ ചെന്നതിന് ശേഷം കൈലാസയാത്രയെപ്പറ്റി തീരുമാനിക്കും. അമംഗള സൂചകമായി എന്തെങ്കിലും സംഭവിച്ചാൽ എന്തു ചെയ്യാൻ കഴിയും? എന്നാൽ തോലിംഗ് മഠത്തിൽ ചെന്നതിന് ശേഷം എനിക്ക് രോഗം പിടിപെട്ടതിനാൽ മടങ്ങിപ്പോരേണ്ടി വന്നു. പിന്നീട് കൈലാസത്തിൽ പോകാനുള്ള എൻ്റെ ആഗ്രഹം സാധിക്കുന്നതിന് 40 കൊല്ലം കൂടി കഴിയേണ്ടി വന്നു. എനിക്ക് 60 വയസ്സായതിന് ശേഷമാണ് ഞാൻ 4-5 സുഹൃത്തുക്കളോടൊപ്പം കൈലാസത്തിലേക്ക് പോയത്. അന്ന് പോയത് മറ്റൊരു വഴിയിൽ കൂടിയാണ്. കാഠ്മണ്ഡുവിൽ നിന്നാണ് ഞങ്ങൾ പുറപ്പെട്ടത്. സരസ്വതിയുടെയും അളകനന്ദയുടെയും സംഗമഭൂമിയായ കേശവപ്രയാഗിൽ നിന്നും സരസ്വതിയുടെ കരയിലൂടെ വടക്കോട്ട് യാത്ര ചെയ്തു. ആ പാതയിലൂടെയുള്ള യാത്ര സുഗമമായിരുന്നില്ല. കൊടിയ തണുപ്പും അനുഭവപ്പെട്ടിരുന്നു. ഒരു ദിവസം 10 കിലോമീറ്ററിലധികം നടക്കാൻ കഴിയുമായിരുന്നില്ല. ഭക്ഷണം പ്രശ്നമായിരുന്നില്ല. നേപ്പാളി പോർട്ടറായ ഫത്തേഹ് ബഹാദൂർ അയാളുടെ ഗ്യാസ് സ്റ്റോവിൽ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങു കറിയും പാചകം ചെയ്തിരുന്നു. കുതിർന്ന പട്ടാളി പയറും ശർക്കരയും ഞങ്ങൾക്ക് വേണ്ടുവോളം ഊർജം പകർന്നു തന്നു. മുകളിലോട്ട് കയറും തോറും അനുഭവപ്പെട്ടിരുന്ന ഓക്സിജന്റെ കുറവ് ബാബാജി പഠിപ്പിച്ചു തന്ന പ്രത്യേക പ്രാണായാമം മൂലം പരിഹരിച്ചു. വേണ്ടുവോളം ഇടമുണ്ടായിരുന്ന ടെന്റിനുള്ളിൽ ഞങ്ങൾ 3 പേരും രാത്രി കഴിച്ചുകൂട്ടി. പരുക്കൻ പാതയിലൂടെയുള്ള യാത്ര ദുഷ്കരമായിരുന്നു. വ്യാസ ഗുഹ പിന്നിട്ടതിന് ശേഷം ഒരിടത്തും പാതയില്ലായിരുന്നു. മഞ്ഞു കൂമ്പാരത്തിൻ്റെയും ഉരുണ്ട പാറകളുടെയും ഇടയിലൂടെ വേണം പോകേണ്ടിയിരുന്നത്. ഞങ്ങൾ സരസ്വതിയെ പിന്തുടർന്നു. ഞങ്ങൾക്ക് ചുറ്റും മഞ്ഞുകൊണ്ട് മൂടിയ പർവ്വതങ്ങളായിരുന്നു. സരസ്വതിയുടെ പല കൈവഴികളെയും മറികടന്നു വേണമായിരുന്നു ഞങ്ങൾക്ക് പോകേണ്ടത്. അവയെല്ലാം തണുത്ത് ഉറഞ്ഞ് കട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. വളരെ ബുദ്ധിമുട്ടി ഒരു വിധത്തിൽ കടന്ന് അക്കരയെത്തി. ബദ്രിനാഥിൽ നിന്നുള്ള 50ഓളം കിലോമീറ്റർ ദൂരം ഒട്ടും തന്നെ വഴങ്ങാത്തതായിരുന്നു. എല്ലാ വഴികളും മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരുന്നു. വഴുതി വീഴാനുള്ള സാധ്യത ഏറെയായിരുന്നു. ചിലയിടങ്ങളിലെ മഞ്ഞു ഫത്തേഹ് ബഹാദൂർ മൺവെട്ടിക്കൊണ്ട് കോരി മാറ്റുമായിരുന്നു. മാനയിലെ മലയിടുക്കിന് സമീപം ഞങ്ങൾ എത്തിച്ചേർന്നു. അത് സമുദ്ര നിരപ്പിൽ നിന്ന് 18,000 അടി ഉയരത്തിലായിരുന്നു. കഠിനാധ്വാനികളായ പർവ്വതാരോഹകർ മാത്രമേ അവിടെ എത്തിച്ചേരാനുള്ള സാഹസം കാണിച്ചിരുന്നുള്ളൂ. പ്രാചീന കാലം മുതൽക്ക് പ്രസിദ്ധമായിരുന്ന ആ മലയിടുക്കിന് വെള്ളിയുടെ തിളക്കമായിരുന്നു. ആരുടെയും മനം കവരുന്ന അത്ഭുതകരമായ കാഴ്ചയായിരുന്നു അത്. കുറെ കഴിഞ്ഞ് കടും നീല നിറമുള്ള ഒരു പർവ്വതം കാണപ്പെട്ടു. അത് നീലപർവ്വതമാണ് എന്ന് ബാബാജി പറഞ്ഞു. അവിടെ ഒരു കാലത്ത് കാക്ക ദുഷുണ്ടി എന്ന മഹാമുനി വസിച്ചിരുന്നു. 11ാമത്തെ ദിവസം രാത്രിയിൽ മാന മലയിടുക്കിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ താഴെ കൂടാരമടിച്ചു. കൂടാരത്തിൻ്റെ കവാടത്തിന് പുറത്ത് എൻ്റെ സഹായത്തോടെ ഫത്തേഹ് ബഹാദൂർ ധൂനി കത്തിച്ചു. ബാബാജി വലത് കൈകൊണ്ട് അതിനെ രക്ഷിക്കാനെന്ന പോലെ ഒരു വൃത്തം വരയ്ക്കുന്നത് പോലെ ചലിപ്പിച്ചു. തണുത്ത കാറ്റ് വീശിയടിച്ചു കൊണ്ടിരുന്നുവെങ്കിലും ഏതാനും മണിക്കൂർ ധൂനി കത്തിക്കൊണ്ടിരുന്നു. അന്ന് രാത്രി ക്ഷീണം കാരണം ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ബാബാജിയോട് അദ്ദേഹം കേരളീയനാണോ എന്ന് ആരാഞ്ഞു. അല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തുടർന്നു, ഞാൻ കേരളീയനല്ല, എന്നാൽ കേരളത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അന്ന് തിരുവനന്തപുരത്ത് നീയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി വന്നിരുന്നു. കോവളം കടൽ തീരത്തിന് സമീപമുള്ള അഗസ്ത്യകൂടത്തിൽ നിന്നും മടങ്ങി വരികയായിരുന്നു. ഞാൻ ഗുരുവായൂരിലും ശബരിമലയിലും സന്ദർശനം നടത്തിയിരുന്നു. ഞാൻ ഉടനെ ചോദിച്ചു, അങ്ങ് എൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല.
അങ്ങ് റാവൽജിയോട് ഒരു മലയാളിയെ പോലെയാണല്ലോ മലയാളത്തിൽ സംസാരിച്ചത്. പക്ഷേ അങ്ങ് എന്നോട് മുമ്പ് ഒരു വാക്കുപോലും മലയാളത്തിൽ സംസാരിച്ചിട്ടില്ല. എന്നെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. പുഞ്ചിരിച്ചുകൊണ്ട് ബാബാജി തുടർന്നു. ബാബാജി സർവജ്ഞനാണ് എന്നല്ലേ ചിന്തിച്ചത്? മനുഷ്യ മസ്തിഷ്കമുള്ള ആർക്കും തന്നെ സർവജ്ഞനാകാൻ കഴിയുകയില്ല. പക്ഷേ വേണമെങ്കിൽ ഒരാൾക്ക് തൻ്റെ മനസ്സിനെ മറ്റൊരാളിൻ്റെ മനസ്സിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആവശ്യമുള്ളപ്പോൾ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. ചില കാര്യസാധ്യത്തിനായി ആ മനസ്സിനെ ഉപയോഗിക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു പ്രകടനമാണ് എൻ്റെ മലയാളത്തിലുള്ള സംസാരം. ശരി, നീ കിടന്നുറങ്ങിക്കോളൂ. നാളത്തെ നമ്മുടെ യാത്ര വളരെ കടുപ്പമുള്ളതായിരിക്കും. നീ നിന്റെ മണിപൂര ചക്രത്തിൽ രംഗ് ബീജാക്ഷരത്തിലും വിശേഷാൽ തുമ്മോ പ്രാണായാമത്തിലൂടെയും അഗ്നി ജ്വലിപ്പിക്കൂ. തീവ്രമായ നാഭിക്രിയയും ചെയ്യൂ. അപ്പോൾ നിനക്ക് ആവശ്യത്തിന് ചൂട് ലഭിക്കും. ബാബാജി എൻ്റെ സമീപത്തെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഉറങ്ങി. പിറ്റേന്ന് രാവിലെ മലയിടുക്കിൻ്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. എവിടെയും ഹിമാനികളും മഞ്ഞു പൊതിഞ്ഞ പാറകളും കാണപ്പെട്ടു. എനിക്ക് കടുത്ത തലവേദനയും ഓക്കാനവും അനുഭവപ്പെട്ടു. ഓക്സിജൻ്റെ കുറവ് മൂലമാണെന്ന് ബാബാജി പറഞ്ഞു. വളരെ അനുഭവ സമ്പത്തുള്ള നേപ്പാളി പോർട്ടർക്കും കടുത്ത തലവേദനയുണ്ടായി. ബാബാജി ഞങ്ങളോട് ശ്വാസനക്രിയ ചെയ്യാൻ ഉപദേശിച്ചു. ഒരു നായയെപ്പോലെ നാക്ക് പുറത്തേക്ക് ഇട്ടുകൊണ്ട് ശ്വാസം മുകളിലോട്ട് എടുക്കുകയും കീഴ്പോട്ട് വിടുകയും ചെയ്യുന്ന ഒരു ശ്വസന പ്രക്രിയയായിരുന്നു അത്. ഒട്ടും വൈകാതെ തന്നെ ഞങ്ങൾ മനോഹരമായ നീലപർവ്വതം കടന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ മാന മലയിടുക്കിൻ്റെ മുകൾ പരപ്പിലെത്തി. അവിടെ ഉറഞ്ഞുകിടക്കുന്ന ദേവസരസ് എന്ന് വിളിക്കുന്ന ഒരു തടാകമുണ്ടായിരുന്നു. ബാബാജി അവിടെ കുറച്ചു സമയം ഇരുന്ന് ധ്യാനിക്കാൻ പറഞ്ഞു. എനിക്ക് ആ പ്രദേശത്തിലാകെ ദിവ്യത്വം കളിയാടിയിരുന്നതായി തോന്നി. വസ്ത്രം കൊണ്ട് മാറുമറയ്ക്കാതെ പത്മാസനത്തിൽ അചഞ്ചലനായി ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ കൊടുമുടികൾക്ക് നടുവിൽ ബാബാജി ധ്യാനത്തിൽ മുഴുകി. എൻ്റെ മുന്നിൽ ഇരിക്കുകയായിരുന്ന ദിവ്യമായ രൂപത്തിൻ്റെ മുന്നിൽ ഞാനും ധ്യാനനിരതനായി. എൻ്റെ നശ്വരമായ നേത്രങ്ങൾ കൊണ്ട് എനിക്ക് മറ്റ് ഏത് ദേവനെയാണ് ദർശിക്കാൻ കഴിയുക? അത്ഭുതകരമായ ഒരു കാര്യം നടന്നു. തലവേദനയ്ക്ക് പെട്ടെന്ന് ശമനമുണ്ടായി. ആത്മാവിന് ശാന്തി ലഭിച്ചതുപോലെ തോന്നി. കൊടും തണുപ്പിൻ്റെ സ്ഥാനത്ത് സുഖകരമായ നേരിയ ചൂട് അനുഭവപ്പെട്ടു. ബാബാജിയും ഞാനും രണ്ടു അസ്തിത്വങ്ങൾ അല്ല, പ്രത്യുത ഒറ്റ അസ്തിത്വം തന്നെയാണെന്ന് ഒരു നിമിഷം തോന്നിപ്പോയി. ഞാൻ ശൂന്യ വായുവിൽ പൊങ്ങിക്കിടക്കുന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ശരിക്കും അന്തരീക്ഷത്തിൽ ചരിക്കുകയാണോ എന്ന് അറിയുന്നതിനു വേണ്ടി കണ്ണു തുറന്നു നോക്കി. അപ്പോഴേക്കും ഞാൻ അഗാധമായ ധ്യാനത്തിൽ നിന്ന് ഉണർന്നു. ബാബാജി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്രയും മതി കുട്ടി, ധൃതി കാണിക്കേണ്ട. ഫത്തേഹ് ബഹദൂർ എന്നെ നോക്കി ചോട്ടാ ജോഗി എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചു. ഞങ്ങൾ ഇന്ത്യയുടെ അതിർത്തി അവസാനിക്കുന്ന മറുഭാഗത്തുകൂടി താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. അവിടെ നിന്നാണ് ടിബറ്റിൻ്റെ അതിർത്തി തുടങ്ങുന്നത്. കൂടുതൽ തണുപ്പ് അനുഭവപ്പെട്ടു. ചുറ്റും മഞ്ഞല്ലാതെ മറ്റൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ 3 പേരും പൊക്കം കുറഞ്ഞ കുതിരയും ടിബറ്റൻ സമതലത്തിൽ എത്തി. അവിടുത്തെ മണ്ണിൻ്റെ നിറം ചുവന്നതായിരുന്നു. മഞ്ഞിലും മഞ്ഞുകട്ടിയിലും കൂടിയുള്ള നടത്തം പിന്നീട് വേണ്ടിയിരുന്നില്ല. ചെറിയ പുൽത്തകിടി കാണുകയുണ്ടായി. അവിടെ ഞങ്ങൾ കൂടാരമടിച്ചു. അപരിചിതരെ കണ്ടിട്ടും ഭയലേശമേന്യ ഏതാനും കാട്ടുകുതിരകൾ അവിടെ മേഞ്ഞുകൊണ്ടിരുന്നു.
അനേകം ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ധോനി കത്തിക്കുകയുണ്ടായി. 1 മണിക്കൂർ ധ്യാനിച്ചതിന് ശേഷം ഫത്തേ ബഹദൂർ തയ്യാറാക്കിയ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും കഴിച്ചു. അയാൾ തൊട്ടടുത്ത ഒരു അരുവിയിൽ നിന്നും വെള്ളം കൊണ്ടുവന്നു. പാൽ ചേർക്കാത്ത ചായയും കുടിച്ചുകൊണ്ട് നർമ്മ സംഭാഷണത്തിൽ മുഴുകി. നക്ഷത്രങ്ങൾ ശോഭിച്ച രാത്രിയായിരുന്നു അന്നത്തേത്. ഭയാനകമായ മുരളൽ കേട്ട് രാത്രിയിൽ ഞാൻ ഞെട്ടിയുണർന്നു. കുറച്ച് അകലെ നിന്നുമാണ് മുരളൽ കേട്ടത്. ബാബാജി എന്നോട് ഉറങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സമാധാനിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല. പുള്ളിപ്പുലികൾ കാട്ടുകുതിരകളെ വേട്ടയാടുകയാണ്. നമുക്ക് ഉപദ്രവം ഉണ്ടാകുകയില്ല. പേടിക്കേണ്ട കാര്യമില്ല. അന്നേരം കുതിരകളുടെ ദയനീയമായ കരച്ചിൽ കേട്ടു. പിന്നീട് അന്തരീക്ഷം നിശബ്ദമായി. കുറച്ചു കഴിഞ്ഞ് പുള്ളിപ്പുലികളുടെ സംതൃപ്തിയെ സൂചിപ്പിക്കുന്ന മൂളലും കേൾക്കുകയുണ്ടായി. ഞാൻ വീണ്ടും കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ തോലിംഗ് മഠം ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. 6 ദിവസത്തെ സുഖകരമായ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മഠത്തിലെത്തി. ബദ്രിനാഥിൽ നിന്ന് അവിടെ എത്തിച്ചേരുന്നതിന് ഞങ്ങൾക്ക് 21 ദിവസം വേണ്ടി വന്നു. ഞങ്ങളെ ആകർഷിച്ച ആദ്യത്തെ കാഴ്ച ഭീമാകാരമായ ബൗദ്ധവിഗ്രഹമായിരുന്നു. വിഗ്രഹത്തിൻ്റെ ശിരസിന് സന്യാസി മഠത്തിനോളം തന്നെ ഉയരമുണ്ടായിരുന്നു. സന്യാസി മഠത്തിന് സമീപത്തു തന്നെ കൂടാരമടിക്കുന്നതിന് ഞങ്ങൾക്ക് അനുവാദം കിട്ടി. ബാബാജിയോടൊപ്പം ഞങ്ങൾ സന്യാസി മഠം സന്ദർശിച്ചു. സന്യാസി മഠത്തിൽ ഹിന്ദു ദേവതകളുടെയും പ്രതിഷ്ഠകൾ കണ്ടു. ശക്തിരൂപിണിയായ ഭദ്രകാളിയുടെ പ്രതിമയും അവിടെ കാണുകയുണ്ടായി. സന്യാസി മഠത്തിൻ്റെ സംരക്ഷകനായ ലാമ ഞങ്ങൾക്ക് പല വിവരങ്ങളും പറഞ്ഞു തന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ യഥാർത്ഥ ബദ്രിനാഥ ക്ഷേത്രം തോലിംഗ് മഠത്തിലാണ് എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എത്തിച്ചേരാനുള്ള പ്രയാസം കൊണ്ടാണ് പിന്നീട് പുതിയ ബദ്രിനാഥ ക്ഷേത്രം പണികഴിപ്പിച്ചത്. അദ്ദേഹം ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് ഉയർന്ന പദവി അലങ്കരിക്കുന്ന ലാമയെ കാണാൻ പോയി. അദ്ദേഹത്തെ റിൻപോച്ചെ എന്നാണ് വിളിക്കുന്നത്. റിൻപോച്ചെ ബാബാജിയോട് അങ്ങേയറ്റത്തെ ആദരവ് പ്രകടിപ്പിച്ചു. ബാബാജിയും അദ്ദേഹത്തോട് ആദരവ് പ്രകടിപ്പിച്ചു. രണ്ടുപേരും ടിബറ്റൻ ഭാഷയിൽ സംസാരിക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. റിൻപോച്ചെ എന്നെ അനുഗ്രഹിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. മഠത്തിൽ 10 സന്യാസിമാർ താമസിച്ചിരുന്നു. മഠത്തിനോട് ചേർന്ന് വിശാലമായ ഒരു പാചകശാലയും ഉണ്ടായിരുന്നു. എന്നാൽ ബാബാജി കൂടാരത്തിൽ തങ്ങാനാണ് താൽപ്പര്യം കാണിച്ചത്. ഫത്തേ ബഹാദൂർ ഞങ്ങൾക്ക് വേണ്ടി ആഹാരം പാകം ചെയ്തു. ഭക്ഷണത്തിന് ശേഷം ബാബാജി എന്നോട് പറഞ്ഞു, ഇന്ന് രാത്രി നിന്നെ ഔപചാരികമായി നാദ് സമ്പ്രദായത്തിലേക്ക് ചേർക്കാനുള്ള ദീക്ഷ നൽകും. കാതു തുളച്ച് വളയങ്ങൾ ഇടുന്നത് ഹിമാലയത്തിൽ കഴിയുന്നതുവരെ മതി. നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അവ ഊരി മാറ്റാവുന്നതാണ്. രാത്രിയിൽ ധോനിയുടെ മുന്നിൽ വെച്ച് നാദ് സമ്പ്രദായത്തിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഗുഹ്യമായ മന്ത്രദീക്ഷ എനിക്ക് തന്നു. ബാബാജി അതീവ വൈദഗ്ധ്യത്തോടെ എൻ്റെ കീഴ്ചെവികൾ തുളച്ചു. എൻ്റെ കാതുകളിൽ ചെമ്പുവളയങ്ങൾ ഇട്ടു. എന്നെ കണ്ടാൽ ഒരു യോഗിയെ പോലെ തോന്നണമെന്ന് എൻ്റെ ആഗ്രഹം സഫലമായി. ബാബാജി പറഞ്ഞു, നാദ സമ്പ്രദായത്തിൽപ്പെടുന്നവർ എല്ലാവരും എവിടെ പോയാലും ധോനി കത്തിക്കാറുണ്ട്. നിന്നെ സംബന്ധിച്ചിടത്തോളം ഈ വ്യവസ്ഥ ബാധകമായിരിക്കുകയില്ല. എന്നാൽ ശിവരാത്രി, ഗുരു പൗർണമി പോലെയുള്ള വിശേഷാൽ ദിവസങ്ങളിൽ ധോനി കത്തിക്കണം. നാട്ടിൽ പോയാൽ നിനക്ക് കാതിലെ വളയങ്ങൾ ഉപേക്ഷിക്കാം. സാധാരണ വസ്ത്രം ധരിക്കാം. അതിന് കാരണമുണ്ട്. നിനക്ക് ഈ ലോകത്തിൽ ഒരു പ്രത്യേക ദൗത്യമാണ് നിർവഹിക്കാനുള്ളത്. ഈ ഭൂമിയിൽ മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ജീവിക്കൂ. അതേസമയം മനസ്സ് എല്ലായ്പ്പോഴും ബോധത്തിൻ്റെ ഉന്നതമായ തലത്തിൽ വർത്തിക്കട്ടെ.
ഇന്നു മുതൽ നീ നാദസമ്പ്രദായത്തിലെ ഒരു കണ്ണിയാണ്. നീ മധുകർനാഥ് എന്ന് അറിയപ്പെടും, എം എന്ന ചുരുക്ക പേരിലും. ഞാൻ ബാബാജിയെ സാഷ്ടാംഗം പ്രണമിച്ചു. ദീർഘമായ യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം കാരണം ഫത്തേഹ് ബഹദൂർ സുഖനിദ്രയിലാണ്ടു. ഞങ്ങൾ രണ്ടുപേരും ധോനിയുടെ മുന്നിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ ബാബാജിയോട് ചോദിച്ചു, ലാമ യഥാർത്ഥ ബദ്രിനാഥ് തോലിംഗ് മഠത്തിലെ ബുദ്ധനാണെന്ന് പറഞ്ഞുവല്ലോ. യഥാർത്ഥ സ്ഥിതി എന്താണ്? ബാബാജി പറഞ്ഞു, പ്രാചീന കാലത്ത് ബൗദ്ധക്ഷേത്രങ്ങളും ബൗദ്ധ സന്യാസിമാരും ഭാരതത്തിലുടനീളം കാണാമായിരുന്നു. ഒരുപക്ഷെ ബദ്രിനാഥിലെ വിഗ്രഹവും കാലുകൾ പിണച്ചു വച്ചിരുന്ന ബുദ്ധവിഗ്രഹം ആയിരുന്നിരിക്കാം. അതിനെ ശങ്കരാചാര്യർ കാലുകൾ പിണഞ്ഞിരിക്കുന്ന നാരായണനായിട്ട് മാറ്റി. ഒരിടത്തും തന്നെ നാരായണൻ പത്മാസനത്തിൽ ഇരിക്കുന്നതായി കാണാൻ കഴിയുകയില്ല. അതിൽ നിന്ന് എന്താണ് അർത്ഥമാക്കേണ്ടത്? ബുദ്ധമതാനുയായി എന്നതോ ഹിന്ദു എന്നതോ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമല്ല. പരിശുദ്ധമായ ജീവിതവും ഈശ്വര ഭക്തിയുമാണ് പരമപ്രധാനമായിട്ടുള്ളത്. ആധ്യാത്മികമായി വളരെ പുരോഗമിച്ച പുണ്യാത്മാവാണ് റിൻപോച്ചെ എന്ന് നിനക്ക് മനസ്സിലായിരിക്കും. അതുകൊണ്ട് ഇത്തരം വിവാദ വിഷയങ്ങളിൽ പെടാതിരിക്കുന്നതായിരിക്കും കരണീയം. പിറ്റേന്ന് രാവിലെ നല്ല പൊക്കമുള്ള ടിബറ്റുകാരെ കാണുകയുണ്ടായി. ഖം ജില്ലയിൽ നിന്ന് വന്നവരായിരുന്നു അവർ. കുന്നിൻ പ്രദേശങ്ങളിലെ കൊച്ചു കുടിലുകളിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അവരിൽ ചിലർ ദൂതന്മാരായി ജോലി നോക്കുന്നവരായിരുന്നു. അവർക്ക് അതിന് പ്രത്യേക പരിശീലനം ലഭിച്ചിരുന്നു. അവർ നീണ്ട വടിയും കൂടെ കൊണ്ടുപോകും. പോൾ വാൾട്ട് ചാടുന്നത് പോലെ ചാടിക്കൊണ്ട് അവർക്ക് ദീർഘദൂരം സഞ്ചരിക്കാൻ കഴിയും. ചുരുക്കത്തിൽ അവരുടെ കൂടുതൽ സഞ്ചാരവും വായുവിലൂടെയായിരുന്നു. അവർ പ്രത്യേക രീതിയിലുള്ള ഒരു ശ്വസന പ്രക്രിയ അഭ്യസിച്ചിരുന്നതിനാൽ അവർക്ക് കമ്പിൻ്റെ ഒരറ്റം നിലത്ത് ഊന്നിക്കൊണ്ട് വളരെ ദൂരത്തേക്ക് പറന്നെത്താൻ കഴിയും. 3 ദിവസം വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ കൈലാസത്തിലേക്ക് പോകാൻ വേണ്ടി കീഴ്ക്കോട്ട് തിരിച്ചു. 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ദാബ എന്ന ഗ്രാമത്തിലെത്തി. അവിടെ ഒരു ബുദ്ധക്ഷേത്രം ഉണ്ടായിരുന്നു. സമീപത്തായി ലാമായും മറ്റനേകം സന്യാസിമാരും താമസിക്കുന്ന ഒരു മഠവും. മഠത്തിന് സമീപത്തുള്ള ഒരു വലിയ വ്യാപാര കേന്ദ്രത്തിൽ വ്യാപാരത്തിനായി ഇന്ത്യയിൽ നിന്നും വ്യാപാരികൾ എത്തിയിരുന്നു. ഞങ്ങൾക്ക് ദാബ കഴിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ അപ്രതീക്ഷിതവും ദൗർഭാഗ്യകരവുമായ ചിലതൊക്കെ സംഭവിച്ചു. ഞാൻ രോഗബാധിതനായി. എനിക്ക് കടുത്ത ജ്വരം ബാധിച്ചു. കമ്പിളി പുതച്ചിട്ടും തീകുണ്ടത്തിന് സമീപം ഇരുന്നിട്ടും ഞാൻ വിറയ്ക്കുകയായിരുന്നു. കടുത്ത തലവേദനയും അനുഭവപ്പെട്ടു. ആരോ ഒരു വലിയ ചുറ്റിക കൊണ്ട് എൻ്റെ തലയ്ക്ക് അടിക്കുന്നത് പോലെ തോന്നി. ലാമ മഠത്തിലെ വൈദ്യൻ എനിക്ക് പച്ചില മരുന്നുകൾ തന്നു. എങ്കിലും ജ്വരത്തിന് കുറവുണ്ടായില്ല. ഒരു രാത്രി ഞാൻ ഒറ്റയ്ക്ക് കൂടാരത്തിൽ കിടക്കുകയായിരുന്നു. കലശലായ പനി കാരണം ഞാൻ അർദ്ധബോധാവസ്ഥയിലായിരുന്നു. അന്നേരം വേദന കൊണ്ട് പട്ടി മോങ്ങുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു. ഞാൻ കൂടാരത്തിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് നോക്കി. അപ്പോൾ ഗൊറില്ല എന്ന് തോന്നിക്കുന്നതിൻ്റെ നിഴൽരൂപം കാണാനിടയായി. ഒരുപക്ഷെ മിഥ്യാഭ്രമമായിരുന്നിരിക്കാം. ഞാൻ നിലവിളിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല. ഞാൻ ഭയം കാരണം വിറച്ചു. ഫത്തേഹ് ബഹാദൂർ കത്തിച്ചു വെച്ചിരുന്ന വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ ആ രൂപം എൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. വിചിത്രമായ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടാണ് വന്നത്. ഈ രൂപത്തിൻ്റെ ശരീരം രോമാവൃതമായിരുന്നു. അത് എന്തോ ഒന്ന് എൻ്റെ വായിലേക്ക് ഇട്ടു. പനിയായിരുന്നുവെങ്കിലും
വായിലിട്ട തന്ന ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥത്തിൻ്റെ മാധുര്യം അനുഭവപ്പെട്ടു. ആ രൂപം പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഞാൻ പുറത്ത് ഒരു നിലവിളി കേട്ടു. ഉടനെ ഫത്തേഹ് ബഹാദൂർ കൂടാരത്തിനുള്ളിലേക്ക് ഓടി വന്ന് കിതച്ചുകൊണ്ട് പറഞ്ഞു, പർവ്വത മനുഷ്യൻ, താങ്കൾക്ക് സുഖമാണല്ലോ? അതെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ. ഞാൻ നിദ്രാധീനനായി. പിറ്റേന്ന് യാത്ര ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഞാൻ സുഖം പ്രാപിച്ചു. പക്ഷേ ബാബാജി പ്രഖ്യാപിച്ചു, ഈ പ്രാവശ്യം കൈലാസയാത്ര വേണ്ട. വളരെ കൊല്ലങ്ങൾക്ക് ശേഷം ഒരു സംഘത്തോടൊപ്പം നീ കൈലാസയാത്ര നടത്തുകയും മാർഗമധ്യേ ഗുരുപൂർണിമ ആഘോഷിക്കുകയും ചെയ്യും. നമുക്ക് ഇപ്പോൾ ബദ്രിനാഥിലേക്ക് മടങ്ങാം എന്ന് എനിക്ക് സമ്മതിക്കുകയല്ലാതെ മറ്റു വികല്പമൊന്നും ഇല്ലായിരുന്നു. ബദ്രിനാഥിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. ഞാൻ കൂടുതൽ സമയവും പൊക്കം കുറഞ്ഞ കുതിരപ്പുറത്തിരുന്നാണ് യാത്ര ചെയ്തത്. ഞാൻ ബാബാജിയോട് ആരാഞ്ഞു, ഞാൻ ഇന്നലെ രാത്രിയിൽ കണ്ടത് യതിയായിരുന്നു. ബാബാജി പറഞ്ഞു, നാം ഒന്നും അനുമാനിക്കേണ്ട. അങ്ങനെ ആണെങ്കിൽ പോലും മനസ്സിൽ വെച്ചിരുന്നാൽ മതി. പല ആൾക്കാരും യതിയുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ജ്വരത്തിൻ്റെ വിഭ്രാന്തിയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാനാണ് സാധ്യത. ബദ്രിനാഥിൽ എത്തിച്ചേരാൻ 16 ദിവസമേ വേണ്ടി വന്നുള്ളൂ. എൻ്റെ യാത്ര മിക്കവാറും കുതിരപ്പുറത്തായിരുന്നു. മാർഗമധ്യേ ഞാൻ ശരിക്കും പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചു. പ്രകൃതിയിൽ നിന്ന് ലഭിച്ചത് ഒരു തരത്തിലുള്ള ദിവ്യാനുഭൂതിയായിരുന്നു. മഞ്ഞുമൂടിയ കൊടുമുടികളും മനം കവറുന്ന പുഴകളും ഉറഞ്ഞു കിടക്കുന്ന തടാകങ്ങളും മഞ്ഞുമൂടിയ കൊടുമുടികളിൽ പതിക്കുമ്പോഴത്തെ ഉദയസൂര്യൻ്റെ അപൂർവ ഭംഗിയും അവിസ്മരണീയമായ അനുഭവങ്ങളായിരുന്നു. ബദ്രിനാഥിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഫത്തേഹ് ബഹാദൂറിന് കൂടാരവും കുതിരയും മടക്കിക്കൊടുത്ത് അയാളോട് വിട പറഞ്ഞു. ബാബാജി അയാൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല പ്രതിഫലമാണ് നൽകിയത്. മനസ്സോടെയാണ് ഫത്തേഹ് ബഹാദൂർ ഞങ്ങളോട് യാത്ര പറഞ്ഞത്. അപ്പോഴേക്ക് എൻ്റെ ആരോഗ്യം സാധാരണ നിലയിൽ ആയി കഴിഞ്ഞിരുന്നു. ചരൺ പാതുക ഗുഹയിൽ എത്തിയതിനു ശേഷം എൻ്റെ ആരോഗ്യം പൂർണ്ണമായും വീണ്ടെടുക്കുന്നതുവരെ ബാബാജി എന്നെ ശുശ്രൂഷിച്ചു. എൻ്റെ ആഹാരകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. 2 ആഴ്ച കൊണ്ട് ഞാൻ പൂർവ്വസ്ഥിതിയിലായി. ബാബാജി ഒരു ദിവസം പറഞ്ഞു, പൂക്കളുടെ താഴ്വരയിലേക്കും ഹേമകുണ്ട് സാഹിബിലേക്കും അതിനുശേഷം 5 കേദാരങ്ങളിലേക്കും പോകാൻ ഒരുങ്ങിക്കൊള്ളൂ. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിച്ചു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം. ഹരി ഓം.